ഋഷഭ് ഷെട്ടി നായകനായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയുടെ ഭാഗമായിരുന്ന മലയാളിയായ കലാകാരൻ അന്തരിച്ചു. തൃശൂർ സ്വദേശി വിജു വേഗയാണ് മരിച്ചത്. കാന്താര ഫിലിം ഷൂട്ടിംഗിന്റെ ഭാഗമായി അകുംബയ്ക്ക് സമീപമുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച രാത്രി വിജുവിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഉടൻ തന്നെ തീർത്ഥഹള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. വിജുവിന്റെ മൃതദേഹം തീർത്ഥഹള്ളിയിലെ ജെസ്സി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ മൂന്നാമത്തെ വ്യക്തിയാണ് മരണപ്പെടുന്നത്. നേരത്തെ ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായ കോട്ടയം സ്വദേശിയായ MF കപിൽ മരിച്ചിരുന്നു. ചിത്രത്തിലെ ഒരു പ്രധാന വേഷം ചെയ്തിരുന്ന നടൻ രാകേഷ് പൂജാരിയും ഇതിനിടെ മരിച്ചു. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ നൃത്തം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം കുഴിഞ്ഞു വീഴുകയായിരുന്നു. ഈ മരണത്തിന്റെ കാരണവും ഹൃദയാഘാതമായിരുന്നു. നേരത്തെ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ തുടക്കത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു ബസ് കൊല്ലൂരിൽ വെച്ച് അപകടം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ വൈക്കം സ്വദേശി MF കപിലിന്റെ മരണം. സഹപ്രവർത്തകരെ ഞെട്ടിക്കുന്ന മരണമായിരുന്നു അദ്ദേഹത്തിന്റേതും. സൗവർണിക നദിയിൽ വീണ മുങ്ങിയാണ് കപിൽ മരിച്ചത്. തെയ്യം കലാകാരനായ കപിൽ മുൻപ് നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അതുമാത്രമല്ല, അപകടങ്ങളും സിനിമാ സെറ്റിൽ ഒഴിയാതെ തുടരുകയാണ്. മുത്തൂരിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞിരുന്നു. പക്ഷെ ആർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും കുറച്ചു ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവെച്ചിരുന്നു. മറ്റൊരിക്കൽ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച സെറ്റ് അപ്പാടെ തകർന്നു വീണതും നഷ്ടമുണ്ടാക്കി. വനപ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനെ ചൊല്ലി ചിത്രീകരണത്തിനിടെ സിനിമാ പ്രവർത്തകരും ഗ്രാമീണരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തിരുന്നു. ഈ വർഷം ഒക്ടോബർ 2-ന് ചിത്രം റിലീസ് ചെയ്യണമെന്നാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഫാന്റസിയും മണ്ണിനെ സംരക്ഷിക്കുന്ന മനുഷ്യരുടെ രാഷ്ട്രീയവും ചേർത്താണ് കാന്താരയുടെ ആദ്യ ഭാഗം തിയേറ്ററിലെത്തിയത്. ഋഷഭ് ഷെട്ടിയാണ് പ്രധാന കഥാപാത്രമായി എത്തിയത്. കർണാടകയുടെ ദേവക്കോലവും തെയ്യവും ചേർന്നതാണ് കാന്താരയുടെ കാതൽ. ഓഡിഷൻ വഴിയാണ് കാന്താര സിനിമയിൽ നിജുവിന് അവസരം ലഭിക്കുന്നത്. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം. തൃശൂർ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന മിമിക്രി കലാകാരന്മാരിൽ ഒരാളുമാണ്. 25 വർഷമായി മലയാള മിമിക്രി മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു. കലാഭവനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഈ അടുത്ത കാലത്താണ്. ചെറിയ ചെറിയ സിനിമകളിൽ വേഷമിട്ട് തുടങ്ങിയ നിജുവിന് ശ്രദ്ധേയ വേഷം ലഭിക്കുന്നത് മാളികപ്പുറം എന്ന സിനിമയിലൂടെയായിരുന്നു. തുടർന്ന് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രത്തിലും വേഷമിട്ടു. മുൻനിര മിമിക്രി കലാവേദികളുടെ ഭാഗമായി നിരവധി വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മിമിക്രി കലാകാരന്മാർ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ ഭാഗമായതോടെയാണ് പ്രൊഫഷണൽ മിമിക്രി വേദിയിലേക്ക് നിജുവിന് വഴി തുറന്നു ലഭിക്കുന്നത്. നിജുവിന്റെ വിയോഗ വാർത്ത പങ്കുവച്ച് കണ്ണൻ സാഗറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: രാത്രി 10:30-യോടെയാണ് മിമിക്രി സംഘടനയായ MAA ഗ്രൂപ്പിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നത്. നിജു കലാഭവൻ മരണപ്പെട്ടു, അറിയുന്നവർ ബന്ധപ്പെടണമെന്ന്. ഒരു നമ്പരും വന്നു. 11 മണിയോടെ ലൊക്കേഷനിൽ നിന്നും എന്നെ അറിയുന്ന ഓരോ ഫോട്ടോയും ഇദ്ദേഹത്തെ അറിയുമെങ്കിൽ ഒന്ന് ബന്ധപ്പെടണമെന്നും മെസ്സേജും വന്നിരുന്നു. അപ്പോഴേക്ക് നിജുവിന്റെ നാട്ടിലുള്ള ഒരു കലാകാരൻ സംഘടന മുഖേന വീടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിൽ വിവരം അറിയിച്ചിരുന്നു. തൃശൂർ വാടാനപ്പള്ളിക്കാരനാണ് നിജു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനടുത്താണ് വീട്. നിജുവിന് കണ്ണീർ പ്രണാമം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ വർഷം ഒക്ടോബർ 2-നാണ് കാന്താര 2 റിലീസിനൊരുങ്ങുന്നത്. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം പ്രീക്വൽ ആയാണ് എത്തുന്നത്.